അപ്പോൾ ഞാനും അയാൻകുട്ടിയും തമ്മിലൊരു Q&A സെഗ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ നമുക്ക് അതിന് ഏകദേശം 23 ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളതല്ല, 23 കമൻറ്റ് കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യം നമുക്കൊരു കമൻറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. ജിനു, തൻ്റെ കുക്കിംഗ് എനിക്കിഷ്ടമാണ്. ജിനു വീഡിയോ എല്ലാം എപ്പോഴും കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. അത് ഷെക്കി എന്നുള്ളൊരു ഐ ഡി എന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ അൻവീസ് സ്മാർട്ട് കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടിപ്സ് പറഞ്ഞിട്ട് ഒരു ചാനലിൽ നിന്ന്. എനിക്ക് ചോദ്യമൊന്നുമില്ല, ജിനി നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റിംഗ് ഫോർ 1 മില്യൺ. ആദ്യം നമുക്ക് 1 ലാക്ക് അടിക്കട്ടെ അല്ലേ, എന്നിട്ടല്ലേ മില്യണൊക്കെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിന്നോടാണ്. ഓക്കെ, അത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം കല്യാണി ചേച്ചിയാണ് കേട്ടോ. അതായിരുന്നോ? ജിനുമാൻ്റെ ഫ്രണ്ട് മൈ വേ ബൈ കല്യാണി, അറിയില്ലേ? അപ്പം ഉമ്മി വീഡിയോയിൽ കാണുന്ന പോലെ പാവമാണോ അതോ അടിയൊക്കെ തരാറുണ്ടോ? കുറച്ചൊക്കെ അടിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്, കുറച്ചൊക്കെ അടിക്കാറുണ്ട്. നല്ല ഒച്ചത്തിൽ പറഞ്ഞോ? കുറച്ചൊക്കെ അടിക്കാറുണ്ട് എന്നേ ഉള്ളൂ. ഞാൻ അടിക്കാറുണ്ടോ ചോദിച്ചാൽ അടിക്കാറൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നല്ല. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും മെയിനായിട്ട് ഞാൻ അടിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് പറഞ്ഞാൽ കേൾക്കില്ല. ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇരിക്കണത്, ചില സമയത്ത് പഠിക്കൂല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിലാണ് എനിക്ക് ദേഷ്യം വന്നാൽ അടി അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല, നല്ലോണം ചീത്ത പറയും, ഒരുപാട് ചീത്ത പറയും. അവർക്ക് എന്നെ ഒന്ന് നിർത്തുമോ സിനിമ എന്ന് പറയുന്ന അത്രയും ഞാൻ ചീത്ത പറയും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കല്യാണി ചേച്ചി എന്നെ ചോദിച്ചതാണ്, വീട്ടിൽ ആരാണ് ഏറ്റവും പാവം? അവനാണെന്നാണ് അവൻ പറയുന്നത് കേട്ടോ, നമുക്കറിയില്ല ആരാണെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഡി എന്നാണ്. സ്ഥലം എവിടെയാണ് ചോദിക്കുന്നുണ്ട്. എൻ്റെ സ്ഥലം മണ്ണാർക്കാട്, അഴുന്നല്ലൂർ സ്ഥലം. ഹസ്ബൻഡിൻ്റെ വീട്, അതായത് നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന വീട് ചുള്ളിമട. അതെവിടെയാണ് പറയാ? പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമട. ഓക്കെ, പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമട കേട്ടോ. മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപർണ അജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡി എന്നാണ്. വലിയ മകൻ 10th-ലാണ്, 6th-ലാണ്. ഞാൻ പറയുന്നു 6th. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഒരു യൂസർ ഐ ഡി എന്ന് പറഞ്ഞിട്ട് MX7BF4WZ9P എന്നുള്ള ഒരു യൂസർ ഐ ഡി എന്നാണ് കേട്ടോ വന്നിരിക്കുന്നത്. അയാൻമോൻ, ഉമ്മി വീട്ടിൽ എങ്ങനെയാ, പാവമാണോ? ഉമ്മിയുടെ ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണോ? റിഹാൻ്റെ എക്സാമിനുള്ള തിരക്കൊക്കെ എവിടം വരെ ആയി? റിഹാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അയാൻക്ക് പറ, പാവമാണോ ഞാൻ? യെസ്. അതേപോലെ ഫുഡൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അടിപൊളി. ഫുഡ് മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ എനിക്ക് ജിനിൻ്റെ ഫാമിലിയെ ഒത്തിരി ഇഷ്ടമാണ്, ഒരു ഹായ് തരാമോ? അഞ്ജന സനു. നീ കൊടുത്തോ? കുഴപ്പമില്ല, ഞാൻ കൊടുത്തു. അപ്പോൾ അവർ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഹായ് ഫാമിലിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെന്താ, ഷെക്കി എന്നുള്ള ഐ ഡിയിൽ നിന്ന് വീണ്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എനിക്ക് ജിനിത്താനെ, ക്വസ്റ്റ്യൻ അല്ല ജസ്റ്റ് ഒരു കമൻറ്റ് കേട്ടോ. എനിക്ക് ജിനിത്താനെ ഭയങ്കര ഇഷ്ടമാണ്. ജിനിത്താൻ്റെ 2ാമത്തെ മോനെ ഇഷ്ടമാണ്. ഇത്താൻ്റെ പേര് എന്താണ്? ഹസ്ബൻഡ് ഉമ്മാനെ എനിക്കിഷ്ടം. അസ്സലാമു അലൈക്കും, സുഖമാണോ എന്ന്. എൻ്റെ പേര് ജിൻഷ ഷമീം എന്നാണ് കേട്ടോ. പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മാനെ എനിക്കിഷ്ടമാണ്. സലാം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഉമ്മയും ചിലപ്പോൾ ഈ ഒരു കമൻറ്റ് വായിക്കുന്നുണ്ടാവും. ഓക്കെ. പിന്നെ സിനി ഷബീർ എന്നുള്ള ഒരു ഐ ഡിയിൽ നിന്ന് ജിനി യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലെങ്കിൽ വേറെ എന്ത് ചെയ്യുമായിരുന്നു? എനിക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഈ യൂട്യൂബിൽ കാണുന്ന എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് തന്നെയായിരിക്കും എൻ്റെ ലൈഫ്, വേറെ ഒന്നും ഉണ്ടാവില്ല. ഈ വീഡിയോ എടുക്കലുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അതേപോലെ അങ്ങ് നടന്നു പോയായിരുന്നു. കാരണം ഞാൻ +1 ഫിനിഷാക്കി, അത്രയേ ഉള്ളൂ എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ്. 16ാമത്തെ വയസ്സാകുമ്പോഴത്തേന് കല്യാണം കഴിഞ്ഞു. 17ാമത്തെ വയസ്സാകുമ്പോഴത്തേന് റിഹാൻ ഉണ്ടായി. 21ാമത്തെ വയസ്സാകുമ്പോഴത്തേന് ഇതായി അയാൻകുട്ടി ഉണ്ടായി. അങ്ങനെ ലൈഫും ചിലപ്പോൾ മുന്നോട്ട് അങ്ങനെ പോവായിരിക്കും, വലിയ ചേഞ്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ ഇത് തുടങ്ങിയത് എനിക്ക് നന്നായി എന്ന് തോന്നാറുണ്ട്. പലരും നമ്മൾ ഈ ഒരു ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് പലർക്കും അറിയാൻ സാധിച്ചല്ലോ. അതുകൊണ്ട് ഇത് തുടങ്ങിയത് എനിക്ക് നല്ലതുപോലെ ഇഷ്ടമായി എന്ന് വേണമെങ്കിൽ. പിന്നെ അടുത്തത് അനീഷ ഷമീർ ഷാദ്, അങ്ങനെ തന്നെയാണ് തോന്നുന്നു. അതിൽ നിന്ന് എനിക്കാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഇത്താടെ ഫുൾ നെയിം പറയുമോ? ഇത്താടെ ബിഗ് ഫാനാണ്. ഒരു ഹായ് തരുമോ? ഹായ് ഉണ്ട് കേട്ടോ. എൻ്റെ ഫുൾ നെയിം ജിൻഷ ഷമീം എന്നുള്ളതാണ്. പിന്നെ ഇത്താടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എവിടെയാണ് പഠിച്ചത്? ഇതെല്ലാം ഞാൻ നേരത്തെ ഒരുപാട് പറഞ്ഞതാണ്. മിന്നൂസ് എന്നുള്ള ID നിന്നാണ് അത് വന്നിട്ടുള്ളത്. എൻ്റെ എഡ്യൂക്കേഷൻ വെറും +1 മാത്രമേ ഉള്ളൂ. ഞാൻ 10 വരെ പഠിച്ചത് കല്ലടിയിലാണ്. 8 മുതൽ 10 വരെ പഠിച്ചത് കല്ലടിയിലാണ്. പിന്നെ ഞാൻ നാലുകണ്ട സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കാര സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോട്ടപ്പള്ള സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 3-4 സ്കൂളിലൊക്കെ നമ്മളും പഠിച്ചിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ പഠിപ്പ് +1 വരെ ഉള്ളൂ കേട്ടോ. തേർഡ് ബേബി പ്ലാനിങ് ഒന്നും ഇല്ലേ? മുന്നി എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇല്ല, പറഞ്ഞോളൂ. ഇല്ല ഇല്ല കേട്ടോ, പ്ലാനിങ് ഒന്നുമില്ല. അസിൻ്റെ ഉമ്മ എപ്പോഴെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോയെന്ന്. ഖദീജ ഷരീഫ് ഖദീജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID എന്നാണ് കേട്ടോ. മമ്മി എപ്പോഴെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? പറയൂ. നന്നായിട്ട് ആലോചിക്കണം അവന്. പറഞ്ഞോ? ഇല്ല. ഉറപ്പാ? പറഞ്ഞിട്ടില്ല? ഒരിക്കൽ. എപ്പോ? ഇല്ല. ഏത് മമ്മി? ഇവിടുത്തെ മമ്മി. ഇല്ല മമ്മി. ഇല്ല അല്ലേ? ഇല്ല കേട്ടോ, വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വഴക്ക് പറയാൻ മാത്രം കാര്യമായിട്ടൊന്നും നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ വഴക്കും വെക്കണം, അതിൻ്റെ ഒന്നും ആവശ്യം ഒരു ഫാമിലി ലൈഫിൽ വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എല്ലാവർക്കും അവരുടേതായ സ്പേസ് കൊടുക്കുക. സംസാരിക്കാനുള്ള സ്പേസ് ആണെങ്കിലും എന്തിനുള്ള സ്പേസ് ആണെങ്കിലും അവരുടേതായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പകുതി മുക്കാൽ പ്രശ്നങ്ങളും ലൈഫിൽ ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് നിനക്കുള്ള ക്വസ്റ്റ്യനാണ്. അതായത് സിയാസ് എന്നുള്ള ID നിന്നാണ്. അയാനെ പോലെ തന്നെ എൻ്റെ മോനും എപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. അതിന് ചീത്ത പറയും. ജിനിമ ചീത്ത പറയാറുണ്ടോ അയാൻ മോനോട്? യെസ്. മെയിനായിട്ട് എന്തിനാണ് ഞാൻ ചീത്ത പറയാറ്? കുട്ടിക്കളി കാരണം ഒന്നുമല്ല. ചില സമയത്തുണ്ടല്ലോ ഫുഡ് അടി കൂടുതലാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ലേസ്, അത് ഇത്, നമ്മുടെ ശരീരത്തിന് ഒട്ടും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ മേടിച്ച് കഴിക്കും. തടി വയ്ക്കാത്തതുകൊണ്ട് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയാം. ഓക്കെ, അതിനല്ലേ ഞാൻ കൂടുതൽ ചീത്ത പറയാറ്. നോ യെസ്. അവന് നോ യെസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താണ്, എനിക്ക് ജിനിൻ്റെ ഫാമിലി ഒത്തിരി ഇഷ്ടമാണ്. ഒരു ഹായ് തരാമോ? അത് ഞാൻ പറഞ്ഞതാണല്ലോ അല്ലേ. ജിനി വീട്ടിൽ പോകുമ്പോൾ ആരാണ് വീട്ടിലെ ജോലികൾ ചെയ്യുക? ജാസ്യൻ എന്നുള്ള ഒരു ID എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീട്ടിലെ ജോലികൾ ഉമ്മ എന്നെ ചെയ്യും. കുക്കിങ്ങൊക്കെ ഉമ്മ തന്നെ ചെയ്യും. ഇനിയിപ്പോൾ ഒരുപാട് അടിച്ചു വാരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകും. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേച്ചി ഉണ്ടല്ലോ, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് എല്ലാം ചെയ്തു കൊടുക്കും കേട്ടോ. പിന്നെ ഹിസ്ന മറിയം എന്നുള്ളതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, കഴിഞ്ഞ മാസത്തെ യൂട്യൂബ് ഇൻകം പറയാമോ? ഏകദേശം മതി ജിനിത്ത എന്നുള്ളത് കേട്ടോ. നമുക്ക് കഴിഞ്ഞ മാസം റവന്യൂ എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ സ്കിപ്പാക്കിയത് കൊണ്ട് കുറച്ച് കമ്മിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 20 എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് കേട്ടോ. കഴിഞ്ഞ മാസത്തെ ഒരു യൂട്യൂബ് ഇൻകം എന്ന് പറയാൻ ഭയങ്കര വലിയ എമൗണ്ട്, ലക്ഷക്കണക്കിന് എമൗണ്ട് ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്കൊരു പോക്കറ്റ് മണി എന്ന രീതിയിൽ എനിക്ക് കിട്ടാറുണ്ട് എല്ലാ മാസവും കേട്ടോ. പിന്നെന്താണ്, ഗോപിക എന്ന് പറഞ്ഞിട്ടുള്ള, ലിജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID ന്ന്, അയാൻകുട്ടിയിൽ ഇത്താക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം അതേപോലെ തന്നെ ഇഷ്ടമില്ലാത്ത സ്വഭാവം. ഇത് വേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇഷ്ടമുള്ള സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മനുഷ്യത്വം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, കുറച്ച് മനുഷ്യത്വം ഉണ്ട്. അത് വലുതാകുമ്പോൾ കുറച്ചും കൂടി കൂടട്ടെ അല്ലേ. പിന്നെ ഇഷ്ടമില്ലാത്ത സ്വഭാവം, ചോറ് കഴിക്കില്ല. നോൺ വെജ് ഇല്ലെങ്കിൽ ചോറ് കഴിക്കുകയില്ല. ഇത് അയാൻകുട്ടിക്ക് മാത്രമല്ല, റിഹാൻക്കും ഏകദേശം ഈ സ്വഭാവമുണ്ട്.
നമ്മുടെ സാധാരണ റൈസ് ഇല്ലേ, അവന് നോക്കാൻ അങ്ങോട്ട് സാധാരണ റൈസ് കഴിക്കൂല. അത് എനിക്ക് ഭയങ്കര ദേഷ്യം. നമ്മൾ കഷ്ടപ്പെട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് യാതൊരു വിലയില്ലാത്ത പോലെ കാണിക്കുമ്പം അത് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാര്യമാണ് എനിക്ക് ഫുഡ് വേസ്റ്റ് ആക്കണത് ഇഷ്ടമല്ല. ഞാൻ ഇവർക്കും കൂടിയും ചേർത്തിട്ട് വെക്കണതല്ല ഓരോന്നും. അപ്പോൾ നമുക്കത് കളയേണ്ട അവസ്ഥ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരുമ്പം നമുക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അയാനോടാണ് കേട്ടോ. അർഷിത എന്നുള്ള ഒരു ID നിന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ: ജിനുമ്മ ഉണ്ടാക്കുന്ന സൂപ്പർ ഫുഡ് മോൻ ഇഷ്ടമുള്ളത് ഏതാണ്? പറ. തട്ടിക്കൂട്ട് റെസിപ്പി കുറച്ചൊക്കെ ഇഷ്ടമാണ്. പിന്നെ ബിരിയാണി ഇഷ്ടമാണ്. ബിരിയാണി ഇഷ്ടമാണോ? അപ്പോൾ അത് ഓർക്കിന് പറ. ബിരിയാണി ഇഷ്ടമാണ്. പിന്നെ അയാൻകുട്ടി ജിനിമ്മയുടെ ഫാമിലി, അയാൻകുട്ടിക്ക് ജിനിമ്മയുടെ ഫാമിലിയാണോ ഉപ്പാൻ്റെ ഫാമിലിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാവരുടെയും. എല്ലാവരെയും അവനക്ക് ഒരേപോലെ ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വലിയ തൃപ്തിയായിട്ടില്ല കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ജിനിത്ത അയാനിൽ കണ്ട ഗുഡ് ക്വാളിറ്റി ആൻഡ് ബാഡ് ക്വാളിറ്റി. അയാൻ ജിനിത്തയിൽ കണ്ട ഗുഡ് ക്വാളിറ്റി. ഓക്കെ, അയാൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അയാൻ എന്നിൽ കണ്ട ഗുഡ് ക്വാളിറ്റിയും ബാഡ് ക്വാളിറ്റിയും പറ. ജിന്മ ഫുള്ള് ഗുഡ് ക്വാളിറ്റി. അയ്യോ, അത് വേണ്ട. ബാഡ് ക്വാളിറ്റി അത് ചീത്ത പറയുമ്പോ മാത്രം കുറച്ച് bad quality. ചീത്ത പറയുമ്പോൾ മാത്രം കുറച്ച് ബാഡാണ് ഇത്ര. അതൊക്കെ മുടിയൊക്കെ അതായത് അത് കല്ലിയങ്കാട്ട് നീലിയം പോലെ ഉണ്ടാവുന്നില്ലേ, അതല്ലേ നീ ഉദ്ദേശിക്കണത്? ഓക്കെ, ഗുഡ് ക്വാളിറ്റി എന്താ? ഈ ഫുഡ് ഉണ്ടായി തന്നതും ഓക്കെ, പണിയെടു വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണതും ഇതൊക്കെയാണോ ഗുഡ് ക്വാളിറ്റി ആയിട്ട്? ഓക്കെ, ഫുഡ് ഉണ്ടാക്കി തരുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണതൊക്കെയാണ് അത്ര അവൻ ഗുഡ് ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസറാണ് ഞാനിപ്പോൾ തന്നത് കേട്ടോ. ഇനി നമുക്ക് പാർട്ട് 2 ആയിട്ട് വരും. അത് നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ചെയ്യാം. ഓക്കെ, FBയിലായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറായിട്ട് ഞാൻ വരുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ യൂട്യൂബിൽ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനും അയാൻകുട്ടിയും തമ്മിലുള്ള Q&Aയുടെ പാർട്ട് 1 ആണ് ഇവിടെ കഴിഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. അങ്ങനെ തന്നെ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. ഇനിയും നമ്മൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്തണം. അപ്പോൾ എന്താണ്, വൈഡപ്പ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ എന്താണ്, നമ്മുടെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. And subscribe. ബൈ. And subscribe and like and share.